ഹേ ദേ ആം യുവർ ഫ്രണ്ട് ഷെമി കെ പി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി വീഡിയോ ഇടുന്ന സംഭവമാണിത്. നമ്മുടെ കൂടെ ആഷിഖാണുള്ളത്. ആഷിഖാണ് നമ്മുടെ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ കമൻസ് ഒക്കെ നോക്കിയപ്പോൾ വന്നൊരു കമൻ്റ് ആയിരുന്നു, പ്ലീസ് മേക്ക് എ വീഡിയോ ഓൺ ഹൗ ഡിഡ് യു സ്റ്റഡി കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഇൻ 12th, എസ്പെഷ്യലി competency based questions, comparing two different characters from different lessons, diary entry, boards are just near, 2 months left, how did you complete the chapter that were pending at last, please. ഇങ്ങനൊരു സംഭവം. അപ്പോൾ സാധാരണ നമ്മൾ കോളേജ് ക്യാമ്പസ് കഥകൾ എന്നുള്ള രീതിയിലാണ് സീരീസ് വരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതും അതിനകത്ത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കോളേജിൽ ഇരുന്നിട്ട് 12th എക്സാംസിനെ പറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോ. ഒപ്പം ഈ ഒരു കാര്യം പറയാം. ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഹൗ ഡിഡ് യു സ്റ്റഡി കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ NCERT ഒക്കെ ഇരുന്ന് ഫുള്ള് വായിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെ അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി വായിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഇൻഓർഗാനിക് കെമിസ്ട്രി വായിച്ചിരുന്നു, പക്ഷേ ഏകദേശമൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി പ്രോബ്ലംസ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നു, പക്ഷേ പ്രോബ്ലംസ് കുറേ ചെയ്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി എക്സാമിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞു. ഇൻഓർഗാനിക്കിലും ഫിസിക്കലിലുമാണ് എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ന്യൂമറിക്കൽസ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ സാധനം എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് അടിച്ചു പോയിട്ടുണ്ട്, ഇതിൻ്റെ ലോക്ക് ഞാൻ മറന്നു. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഡെയിലി റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവൻ അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും അവസാനത്തെ ആ എക്സാമിൻ്റെ ഒരു സ്ട്രെസ് ടൈമിലെത്തിയപ്പോൾ ആ പഠിച്ചതൊന്നും റിവൈസ് ചെയ്യാനുള്ളൊരു കുറേ ഉള്ളപ്പോൾ റിവൈസ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും വരണില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി ശരിയാക്കിയത്. പക്ഷെ ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ടൈം ആ ഒരു ഇതിൽ കിട്ടിയില്ല. അപ്പോൾ കെമിസ്ട്രീൻ്റെ കേസിൽ തന്നെയാണ് ഫിസിക്കൽ പ്രോബ്ലംസ് നല്ലത് ചെയ്യണം. ഓർഗാനിക് കഴിയുമെങ്കിൽ ഒന്നും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഓർഗാനിക്കും ടെക്സ്റ്റ് ബുക്കിലെ വരികളെല്ലാം പഠിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പം എന്താ ഇതൊന്നും തുറന്നാ ഹലോ 85%. ഹലോ പറയല്ലേ, ഇവിടെ ഇവന്മാർ വന്ന് എൻ്റെ ഫോൺ തുറക്കും. ഭയങ്കര കാൻഡിഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്കിങ്ങനെ കുറേ അൺനാച്ചുറലായിട്ട് വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമില്ല, സത്യം പറയാലോ. അപ്പോൾ എവിടെ സാധനം അതാ. പിന്നെ ഫിസിക്സ് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സ് ഞാൻ NCERT കുറേ വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, +1 വെക്കേഷൻ മുഴുവൻ, +2 മുഴുവൻ, ഏകദേശം മുഴുവൻ ടൈം ഞാൻ ഫിസിക്സ് NCERT വായിച്ചിട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഫിസിക്സ് NCERT വായിച്ചിട്ടായിരുന്നു ഇരിക്കൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സ് NCERT ചെയ്യുകയാണെങ്കിൽ ഫിസിക്സ് NCERT ചെയ്യാനേ ടൈം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് ഫിസിക്സ് NCERT ചെയ്യാത്താവും ബെറ്റർ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എൻ്റെ റിഫ്ലക്ഷൻസ് ആണ്, എൻ്റെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഡിസഗ്രി ചെയ്തേക്കാം. ഫിസിക്സ് NCERT മാത്രം ചെയ്തിരുന്നിട്ട് കാര്യമില്ല, അത് പിന്നെയും പോയി. അപ്പോൾ ഫിസിക്സ് NCERT മാത്രം ചെയ്യാതിരിക്കുക. ഫിസിക്സ് NCERT നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഗൈഡൻസോട് കൂടി ഫിസിക്സ് NCERT ചെയ്യുക. ഒപ്പം നിങ്ങൾ ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോബ്ലംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സാമിനകത്ത് പ്രോബ്ലംസേ വരുന്നുണ്ടാവുള്ളൂ കുറേ. പിന്നെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, അത് വേണം. ഒപ്പം പ്രോബ്ലംസും കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. PYQ ഒക്കെ ഇപ്പം തന്നെ നോക്കി പോവുക. എന്തായാലും ഇപ്പോൾ 2 മാസം 3 മാസമാണുള്ളത്. അതിനകത്ത് നിങ്ങൾ കുറേ പാനിക്കാവൊന്നും വേണ്ട. എൻ്റെ മാർക്സ് എത്രയെന്ന് ഞാനൊന്ന് വേണമെങ്കിൽ അതിൻ്റെ മാർക്സ് കൂടി ഒപ്പം പറയണമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പം എന്താ ചോദിച്ചിട്ടുള്ളത്, ബയോളജി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ബയോളജി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ടെക്സ്റ്റ് ബുക്ക് 1-2 വട്ടം വായിച്ചിട്ട് PYQ ചെയ്യണം. PYQ ഒക്കെ ഒന്ന് നോക്കുക. കാരണം ജെനറ്റിക്സിലെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ സത്യം പറഞ്ഞാൽ മാത്സ് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ CBSE ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവമൊക്കെ വരാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. കുറച്ച് ക്രിയേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ വരാറ്, കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതൊക്കെ നോക്കുക. പ്ലസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് 1-2 വട്ടം വായിച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബയോളജി വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. എനിക്ക് വന്നിട്ടില്ല, പ്രശ്നം വരുന്നവരുണ്ട്. എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്താ, പിന്നെ കാര്യമായിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അധോലോക ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. 4-5 പാഠത്തിലുള്ള 4-5 ക്യാരക്ടറിനൊക്കെ എടുത്തിട്ട് അവർ തമ്മിൽ സംസാരിക്കുക, അവർ തമ്മിൽ കത്ത് ചെയ്ത ഡയറി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഭയങ്കര ക്രിയേറ്റീവ് തിങ്കിങ് അത് ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു എത്ര മണിക്കൂറായിരുന്നു, 3 മണിക്കൂറല്ലേ എക്സാം, അറിയില്ലേ? 3 മണിക്കൂറിൻ്റെ എക്സാം ആണെന്ന് തോന്നുന്നു. ആ ഒരു എക്സാം 3 മണിക്കൂർ തന്നെ അല്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. സ്റ്റേറ്റിൽ എത്രയായിരുന്നു? 2.25
2:45 എന്നാൽ 3 മണിക്കൂർ 3.25 മണിക്കൂർ ഉണ്ടോണ്ട് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്താണെങ്കിലും ആ ടൈമിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ കഴിയണം. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ച്വലി എക്സാം മോഡൽ എക്സാംസ് കുറേ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു ഇത് കിട്ടും. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ പ്രാക്ടീസോടുകൂടി എങ്ങനെ 2 ക്യാരക്ടർ തമ്മിൽ കമ്പയർ ചെയ്യുക, എങ്ങനെ കത്ത് ചെയ്താൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ലെറ്റർ എഴുതാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെറുതെ ഫോർമാറ്റ് ഇങ്ങനെ മനസ്സിൽ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് എക്സാമിൽ എഴുതുമ്പോൾ കുറേ ടൈം എടുത്തേക്കാം. അപ്പോൾ അത് എഴുതിയിട്ട് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ്. നമ്മൾ എഴുതി സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കണമല്ലോ, അങ്ങനെ എക്സാം പേപ്പർ ഫുൾ എഴുതി നോക്കണ മടിയാണ് സത്യം പറഞ്ഞാൽ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെന്താ, ബോർഡ്സ് ആർ ജസ്റ്റ് നിയർ 2 months ലെഫ്റ്റ്. ഹൗ ഡിഡ് യു കംപ്ലീറ്റ് ദ ചാപ്റ്റർ ദാറ്റ് വർ പെൻഡിങ് അറ്റ് ലാസ്റ്റ് പ്ലീസ്? ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത്, ഞാൻ എൻ്റെ ഞങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യം NCERT ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക, NCERTയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERTയിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് PYQ ചെയ്യുക, പിന്നെ PYQ സോൾവ് ചെയ്യുക, അങ്ങനെ ഒരു ഇതാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തൊട്ട് തന്നെ നിങ്ങളൊരു ചാപ്റ്റർ ചെയ്യുമ്പോൾ PYQ ചെയ്ത് പോകാമെന്ന്. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളൊരു സംഭവം പഠിച്ചു കഴിഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ മറക്കാതെ നിൽക്കുള്ളൂ. മറക്കാതെ നിൽക്കുന്നതിന് പുതിയ ഇൻഫർമേഷൻ പഠിക്കുന്നതിനേക്കാൾ റിവൈസ് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള വലിയൊരു പാഠമുണ്ട്. അത് ചില ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. കാരണം ഒരു വർഷം മുഴുവൻ കുറേ പഠിച്ച് പിന്നെ എക്സാമിൻ്റെ തലേന്നൊന്നും ഓർമ്മയില്ലാതെ നിൽക്കുന്ന സംഭവമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സാമിൻ്റെ മുന്നുള്ള 2 മാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ ഒരു 2 മാസത്തിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അത് ചിലപ്പോൾ എക്സാമിനകത്ത് കൂടുതൽ എഫക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചങ്ങായി എക്സാമിൻ്റെ 6 ദിവസം മുന്നൊക്കെ പഠിച്ചിട്ടാണ് എക്സാം എഴുതിയെന്നാണ് പറയണത് അല്ലേ? അതെ, 6 ദിവസം മുന്നേ, തലേന്നോ ഒരാഴ്ച മുന്നേറ്റ്. അത് ഇവിടെ നടക്കൂല ഗൈസ്, കുറച്ചൊക്കെ മുന്നേ പഠിച്ചു തുടങ്ങണം. ഹൗ ഡിഡ് യു കംപ്ലീറ്റ് ദ ചാപ്റ്റർ ദാറ്റ് വർ പെൻഡിങ് അറ്റ് ലാസ്റ്റ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാർക്കുകൾ എത്രയും, എൻ്റെ മാർക്കുകൾ നോക്കാൻ എന്താ ചെയ്യുക, എന്തെല്ലാം ഉണ്ടാവും എൻ്റെ മാർക്ക്? ആ ഫോണിലല്ലേ ഉണ്ടാവുള്ളൂ, കാണാതെ അറിയണ്ടാവും എൻ്റെ മാർക്ക്. എൻ്റെ മാർക്കല്ലല്ലോ, എൻ്റെ മാർക്കില്ല. ബയോളജിയിൽ എനിക്ക് 95 ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ചെറിയൊരു ലീനിയൻസി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. നിങ്ങൾ വിചാരിക്കണ അത്ര മാർക്ക് കുറഞ്ഞോളന്നില്ല. ഞാൻ വിചാരിച്ചത്ര എൻ്റെ മാർക്ക് കുറഞ്ഞിട്ടില്ല. എനിക്ക് 90.2% ആണ് കിട്ടിയത്. അതുപോലെ തന്നെ ബയോളജിയിൽ 95 ആണ് കിട്ടിയത്. ഫിസിക്സിൽ 95 ആണ് കിട്ടിയത്. നിങ്ങൾ ആലോചിക്കണം, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ചെറിയൊരു ലെവൽ ഓഫ് ലീനിയൻസി അവിടെ നടന്നിട്ടുണ്ട്. കാരണം 95 കിട്ടാനുള്ളൊരിത് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ എങ്കിലും എനിക്ക് 95 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ വരണ മാർക്കിനേക്കാളും കുറച്ച് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തോ ഒരു CBSEൻ്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മോഡലോ എന്ന് വെച്ചാൽ 95ൻ്റെ കുറച്ച് മുന്നെത്തിയാലും 95 ആവുന്ന ടൈപ്പ് എന്തോ ഒരു സംഭവം ഉണ്ട്. പക്ഷേ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിരിക്കണ്ട. നിങ്ങൾ മോഡൽ എക്സാമിലുള്ള മാർക്ക് തന്നെ നിങ്ങളുടെ റിയൽ മാർക്കായിട്ട് നിങ്ങൾ വിചാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ചിലപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. അത്രക്കും മോശം മാർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഏകദേശം ഇതുപോലെ കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പിന്നെന്താ, ബയോളജിയിൽ 95 ആണ്. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എനിക്ക് A2 ആണ്. പക്ഷേ മാർക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മാർക്ക് നോക്കണമായിരുന്നു, പക്ഷേ ഈ ഫോണിനകത്താണ് മാർക്ക്. പിന്നെ മാത്സിലാണ് എനിക്ക് 80 സംതിങ് മാർക്ക് വന്നിട്ടുള്ളത്. മാത്സ് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ഡെയിലി 1 hour പ്രാക്ടീസ്. ഇവിടെ ഇരിക്കുന്ന ചങ്ങായി രാവിലെ തൊട്ട് രാത്രി വരെ ഇപ്പോൾ മാത്സാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ IIM-നകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫിലോസഫി, സൈക്കോളജി, മാത്സ്, പിന്നെന്തൊക്കെ IKS, ഓറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവന് നോൺ മാത്തായിരുന്നു. എന്ന് വെച്ചാൽ +1 +2 മാത്സ് ഇല്ലായിരുന്നു. കൊമേഴ്സ് വിത്തൗട്ട് മാത്സ് ആണ്. അത് ഞാൻ ഇവിടെ കാര്യമായിട്ട് പറയുന്നുണ്ട്. കൊമേഴ്സ് എടുക്കണവർ വിത്ത് മാത്സ് എടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് CAT പോലത്തെ എക്സാം IIM-ലൊക്കെ കയറാൻ ശ്രമിക്കുകയാണെന്നായിരിക്കും ബെറ്റർ തോന്നുന്നത്. അല്ലെങ്കിൽ കുറേ പണിയെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതാണ് കാര്യമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, റിവിഷൻ കാര്യമായിട്ട് ചെയ്യാത്തതാണ്. ഒരു വർഷം കുറേ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ, കാരണം
എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന NCERT പാഠം വായിച്ചു കഴിഞ്ഞാൽ സെറ്റ്, ആ പാഠം പഠിച്ചു കഴിഞ്ഞു ഗൈസ്. കാരണം അത് വായിക്കാൻ തന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ലൈനും ഡീകോഡ് ചെയ്താണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പഠിച്ചിങ്ങനെ പോകുമ്പോൾ മറ്റേ ഭാഗത്ത് ഇങ്ങനെ മറന്ന് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യില്ല. അതുപോലെയുള്ള വേറൊരു സംഭവമാണ് നമ്മൾ PYQ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ചെയ്യാതെ നിൽക്കാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഒരു പാഠം പഠിച്ചു, ഓക്കെ, ഈ പാഠത്തിൻ്റെ NCERT ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല എന്നുള്ളൊരു വേവലാതി, ലൈക്ക് ഒരു വെറി ഉണ്ടാവും. അപ്പോൾ എന്നാൽ എല്ലാ പാടും കഴിഞ്ഞിട്ട് PYQ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട, നിങ്ങൾക്ക് കഴിയുന്നത്ര. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 1 PYQ ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ 2 PYQ ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ 3 PYQ ചെയ്യുക, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതും ഒരു ഇതാണ്, നമുക്ക് ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ PYQ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും. അതിനേക്കാൾ ബെറ്റർ ഒരുപോലത്തെ PYQs എല്ലാം ചിലതൊക്കെ വായിച്ചിട്ട് പുതിയ ടൈപ്പ് ഓഫ് PYQ കാണുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്രയും PYQs ഉണ്ട് നമ്മുടെ. പിന്നെ വേറൊരു സംഭവം, PYQ നിങ്ങൾക്ക് നല്ല PYQ കിട്ടുക കഴിഞ്ഞ 2-3 വർഷത്തെയാണ്. കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. 50% ഓഫ് ദ എക്സാം എന്താണ് PYQ, 50% ഓഫ് ദി എക്സാം MCQ ആണ്. അസേഷൻ ബേസ്ഡ് റീസണിങ് ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര ചിന്തിക്കുന്ന കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലത്ത് നോക്കുക. എന്ന് വെച്ചിട്ട് അതിൻ്റെ മുന്നത്തെ കൊല്ലത്ത് നോക്കിയിട്ട് കാര്യമില്ല എന്നല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. കെമിസ്ട്രിയിലൊക്കെ പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ നല്ല രീതിയിൽ റിപ്പീറ്റ് അല്ല എങ്കിലും ഏകദേശം ആ ഒരു മോഡൽ. കാരണം കെമിസ്ട്രിനകത്ത് നമ്മുടെ നെയിംഡ് റിയാക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അതൊക്കെ. അതാണ് പറയുന്നത്, ഇവിടെ എത്തിയിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എല്ലാ എക്സാമിലും റിപ്പീറ്റ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കോമ്പണൻ്റ് ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കുക. അതൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇതൊന്നുകൂടെ തുറന്ന അവസ്ഥ. പിന്നെ വേറൊരു കമൻ്റ് ഉണ്ടായിരുന്നു. വേറൊരു കമൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈവ്സിനകത്ത് പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറും CBSE ക്വസ്റ്റ്യൻ പേപ്പറും കമ്പയർ ചെയ്യണം എന്നുള്ളത്. ഭയങ്കര തമാശയാണ്. കാരണം ഞാൻ സ്റ്റേറ്റിനെ താഴ്ത്തി പറയല്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കേസിൽ CBSE ഒന്നുകൂടി ഡിഫിക്കൽട്ടാണ്. ലൈക്ക് അതാണ് ഫാക്ട്, അങ്ങനെയാണ് സംഭവം. നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അത് വേണമെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാം അല്ലേ, നാളെ ചെയ്യാൻ ശ്രമിക്കാം അല്ലേ, കുഴപ്പമില്ലല്ലോ. ഫിസിക്സ് കമ്പയർ ചെയ്തോ. കാരണം ആ കമൻറ്റ് ഈ ഒരു വീഡിയോ മെർവിൻ മെമു ഖാൻ 9366 പ്ലീസ് മേക്ക് എ വീഡിയോ ഓൺ ഹൗ ഡിഡ് യു സ്റ്റഡി കെമിസ്ട്രി. ഞാനെങ്ങനെ പഠിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു IIT ക്രാക്ക് ചെയ്ത് ഏതെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്തെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് വീഡിയോ ഇടണമെന്നായിരുന്നു. അപ്പം ഞാൻ നാട്ടിലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഹിമാചൽ പ്രദേശാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആരും കിട്ടിക്കൊള്ളുന്നത്. പക്ഷേ ഇവിടെയും 96% കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. ഷോയിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുക, ഹിന്ദിയാണ് സംസാരിക്കുക. മലയാളത്തിൽ ഇടാൻ പറ്റുമോ? ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് വീഡിയോ ഓക്കെ ആണെങ്കിൽ കമൻറ്റിൽ പറയണം. പിന്നെ മിസ് രാവതി കൃഷ്ണൻ 7678 ആണ് പറഞ്ഞത്. ജസ്റ്റ് എ റിമൈൻഡർ, ഇൻ വൺ ഓഫ് യുവർ ലൈവ് സ്ട്രീംസ് യു സെഡ് ദാറ്റ് യു വിൽ ബി മേക്കിംഗ് എ വീഡിയോ ഓൺ കമ്പയറിംഗ് 12th സ്റ്റേറ്റ് ആൻഡ് CBSE ബോർഡ് ക്വസ്റ്റ്യൻ ലൈക്ക് ഫിസിക്സ്. അത് നമുക്ക് നാളെ ചെയ്യാൻ ശ്രമിക്കാം അല്ലേ. എത്ര ഡ്യൂറേഷൻ? 13. മതി. ഓക്കെ, ബൈ ഗൈസ്, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്.